പെരുന്നാളിൻ്റെ അന്ന് ഞങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അതിന്റെ റെസിപ്പി ആയിട്ടൊന്ന് പറയാൻ പോണത്. ഞാനിവിടെ 3/4 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു ബിരിയാണി ചെമ്പ് എടുത്തിട്ട് അതിനകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനിലേക്ക് 2 മീഡിയം സൈസ് ഒരു തക്കാളി ആയിരുന്നു, 2 മീഡിയം സൈസ് ഒരു സവാള ആയിരുന്നു, ഒരു പിടി മല്ലിയും പുതിന ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് പട്ട, ഗ്രാമ്പു, ഏലം, തക്കോലം പോലുള്ള സ്പൈസസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും, ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഉപ്പ് ഇട്ട് കൊടുത്ത് 2 സ്പൂൺ തൈരും 1 സ്പൂൺ നാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കൈവച്ച് കുഴച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതുപോലെ സവാള ഒന്ന് വറുത്തെടുക്കാം. അതേ പാത്രത്തിൽ തന്നെ എണ്ണ കുറച്ച് മാറ്റിയതിനു ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ട് നമുക്ക് സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ ചോറ് റെഡിയാക്കി എടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ 1 മണിക്കൂറിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചിട്ട് 90% വേവിച്ചെടുക്കാം. ചിക്കൻ 90% വെന്ത് കഴിഞ്ഞാൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോറ് അതിന്റെ മുകളിലേക്ക് നിരത്തി ഇട്ട് കൊടുത്ത് ചോറിന് മുകളിലായിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളയൊക്കെ വറുത്തതും 2 ടേബിൾ സ്പൂൺ നെയ്യും 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് പുതിനയും മല്ലിയും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് ചിക്കൻ വേവിച്ച ഗ്രേവിയും കൂടി ഒഴിച്ച് അടച്ച് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ദമ്മിട്ട് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി